ശശികുമാരി അല്ല ഷെഫ് അമലാലിന്റെ അമ്മ ശശികുമാരി. അച്ഛയോ കുഞ്ഞോ ഇതെന്താ അസുഖ? ഇതെന്ത് വേറെ കോടി അസുഖ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ കുഞ്ചൂസ് വേണ്ട എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ 7 days റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് എണീറ്റ് വന്നത്. അപ്പം ഈ 10 മിനിറ്റ് ഇങ്ങനെ എണീറ്റ് നിൽക്കല്ലോ, 10 മിനിറ്റ് ഇരിക്കുകയും ചെയ്യല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പെയിൻ തോന്നിയിട്ടുണ്ടെങ്കിൽ കിടക്കണം കേട്ടോ. അതെ അതെ. അപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ചാൽ, പിന്നെ തുടക്കത്തിൽ തന്നെ പറയണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നമ്മൾ ശരിക്കും പേടിച്ചു പോയതാണ് കുഞ്ചൂസ് കിടന്നു പോകുന്നുള്ളൂ. അത്രയും അവർക്ക് എണീക്കാനായിട്ട് നടുവൊക്കെ എണീക്കാൻ നിവർന്നു വരാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതെ അതെ. അപ്പം ആ പ്രാർത്ഥനയുടെ ഫലവും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലവും പിന്നെ അതുപോലെ തന്നെ നല്ല ഡോക്ടറെ നമുക്ക് കാണിക്കാൻ പറ്റി. അതൊക്കെ കൊണ്ടാണ് ഇപ്പൊ എണീറ്റ് നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരുപാട് പേരൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ. ഹാപ്പിയോടെ നല്ല പവറോടെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കുഞ്ചൂസ് കിടന്നു പോയോണ്ട് നടത്താൻ പറ്റാത്തൊരു ചടങ്ങുണ്ടായിരുന്നു നമുക്ക്. അത് നമ്മൾ ഇന്ന് നടത്താൻ വേണ്ടി പോവാണ്. ആമിച്ചന് 103 ഡിഗ്രി പനിയിലാണ് ആമിച്ചൻ ഇപ്പൊ ഇരിക്കുന്നത്. ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതെ അതെ. ഒന്ന് മാറുമ്പോ ഒന്ന് വരുന്നത് അത് സ്വാഭാവികമാണ്. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. ഒരസുഖം മാറുമ്പോ അടുത്ത ദിവസം വരും. ഇങ്ങനെ അപ്പം ആമിച്ചൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം ആ ടൈം എന്തായാലും നമുക്ക് അവളിടയ്ക്ക് എണീറ്റ് വരും. അപ്പൊ നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് നമ്മുടെ ലച്ചൂട്ടന്റെ പല്ലട സെറിമണിയാണ് കേട്ടോ. അപ്പൊ അധികം നേരം കുഞ്ഞിനെ അങ്ങനെ എടുത്തോണ്ട് പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിറ്റാമ്മയുടെ കയ്യിലോട്ട് ലച്ചൂട്ടിനെ ലച്ചുവണ്ടിനെ അങ്ങോട്ട് കൊടുത്തിട്ട് അപ്പൊ നമ്മൾ ഇന്ന് പല്ലട സെറിമണിയാണ് നടത്താൻ പോകുന്നത്. പല്ലട സെറിമണി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പല്ല് വരുമ്പോൾ നടത്തുന്ന ഒരു പരിപാടിയാണ് പല്ലട സെറിമണി. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അവർ നടത്തമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് 1.5-2 വയസ്സ്, അതായത് 1.5 വയസ്സൊക്കെ ആകാറായപ്പോഴാണ് ആമിക്ക് പല്ല് വന്നത്. അതായത് നടന്നും കഴിഞ്ഞിട്ടാണ് പല്ല് വന്നത്. അപ്പം അന്നേരം പിന്നെ പല്ലട സെറിമണി നടത്തിയിട്ട് അതിനകത്തൊരു കാര്യം, കാരണം വലിഞ്ഞു പോയി കുഞ്ഞുങ്ങൾ അവരുടെ ആ ഒരു അഭിരുചിയും കാര്യങ്ങളും സെലക്ട് ചെയ്യണം. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ചെയ്തത് ആമിക്ക് പല്ല് വരുന്നത്, അതായത് നമ്മൾ പല്ല് വരും, ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ശരിക്കും പറയാൻ. അതെ അതെ. പക്ഷെ അത് വന്നത് ആമി നടന്നതിന് ശേഷമാണ്. എനിക്ക് ലച്ചുകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അവള് നടന്നതിന് ശേഷമായിരിക്കും അവൾക്ക് പല്ല് വരുന്നത്. അവളിപ്പോ നടക്കാനുള്ള ടെൻഡൻസിയാണ്. അപ്പൊ നമുക്ക് നേരത്തെ തന്നെ നടത്തേക്കാം. ഇന്ന് നമുക്ക് അവളുടെ അഭിരുചികളും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അതൊക്കെ നമുക്ക് നേരെ പോയി കണ്ടിട്ട് വരാം. അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ കുഞ്ചൂസിന് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവർക്കും ഒത്തിരി 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 നന്ദി. അപ്പൊ നമ്മുടെ ഫാമിലിയോട്ട് കുറേ ആളുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ 5,10,000 ആളുകളായിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിൽ. വലിയൊരു ഫാമിലി ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി 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 സന്തോഷം. കുറച്ച് ദിവസമായിട്ട് അവൾ കിടന്ന് പോയിട്ട് ഷോർട്സ് ഒന്നും ഇടാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഇനി മുന്നോട്ട് ഷോർട്സും കാര്യങ്ങളും എല്ലാ വീഡിയോയുടെ എല്ലാ ഭാഗമായിട്ടുള്ള എല്ലാത്തിലും അവൾ കൂടി ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഒരു ചടങ്ങിലോട്ട് പോവാം അല്ലെ? യെസ്. അപ്പൊ നേരെ വീഡിയോട്ട് പോവാം. മമ്മി ചിരിക്കും മമ്മിക്ക് സന്തോഷമായില്ലേ? ഞാൻ അതെ സങ്കടപ്പെട്ട എല്ലാരും ഞാനന്ന് വീണപ്പോ ഒരു ഫുള്ളൊരു ചുറ്റോട് ചുറ്റും നിന്ന് മരം ഫുള്ള് വീണമല്ലായിരുന്നു. ഇവരെല്ലാരും അങ്ങ് പെട്ടെന്ന് ഇതായിപ്പോയെ. എണീറ്റ് തിരിച്ചു വന്നപ്പോ സന്തോഷമായി. ചേച്ചോട്ടൻ അവിടെ അച്ചാച്ചി താഴെ കിടത്തന്റെ കരച്ചിലാണ് അറിയുന്നത്. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലച്ചൂട്ടന്റെ പല്ലട സെറിമണിക്കുള്ള അട, ചെറിയ അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ എടുത്തേക്കുന്നത് കേട്ടോ. കുഞ്ഞട ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അട ഉണ്ടാക്കുന്നത്. നമ്മൾ അന്ന് ആമിക്കും ഉണ്ടാക്കി ചെയ്തായിരുന്നു. അപ്പം അതിനുള്ള അട ഉണ്ടാക്കുവാണ് കേട്ടോ. അതിന്റെ പ്രിപ്പറേഷനിലാണ് അമ്മ. അച്ഛൻ ഒന്ന് കയറിയേ ഉള്ളൂ. അച്ഛൻ രണ്ട് ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ചോണ്ടിരിക്കുന്നു. ഇന്ന മോനെ അതായിരുന്നു അവിടെ കരച്ചിൽ കേട്ടോ. ഞാൻ അവിടെ താഴെ എടുത്തേനാണ്. ഇവിടെ ഉണ്ടല്ലോ ബോധം കിട്ടും ഒറ്റ വീഴ്ചയെന്ന് ഈ ആളില് ചൂട്ടി പറയുവാണ് ഇവിടെ എടുക്കണ്ടെന്ന്. എന്റെ ദൈവമേ, ചുട്ടിക്കും ബോധം കേട്ടല്ലോ. അമ്മച്ചിന് പനിയുണ്ട് കേട്ടോ. അമ്മച്ചിന് പനി പണ്ണ് ചൂടാവുന്ന കണ്ണ് നിറഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് ചീറ്റാമടയിലോട്ട് കൊടുത്തിട്ട് പോകുന്നില്ല. കണ്ടോണേ
പിടിച്ചു വെച്ചേക്കാ അവിടുന്ന്. എന്നാ ആമി പോയിട്ട് അമ്മ എടുത്ത്. ആമി ഇപ്പൊ പറഞ്ഞ വിവരമുള്ള കുഞ്ഞായതാണ്. ആമിച്ചും പോവും. അതിപ്പം ഇവിടെ അന്നത്തെ വഴക്കിനേക്കാളും വേളമായി തുടങ്ങി. കണ്ടോ ഏടി നിങ്ങളുടെ രണ്ടിന്റെ അപ്പനല്ല എന്റെ അപ്പൻ എങ്ങോട്ട് എങ്ങടി രണ്ടും എങ്ങടി രണ്ടും ഇങ്ങോട്ട് പിന്നെ എന്റെ അപ്പനാ ദേഷ്യം. ഇവള് പറഞ്ഞു ഇവിടെ അപ്പൻ ചൂരയും അമ്മ കുരാരിയാന്ന് പറഞ്ഞത്. എന്നെ കഴിഞ്ഞ ദിവസം പിണങ്ങിയിരിക്കുക. എന്നെ കരച്ചിലായിരുന്നു. അങ്ങനെ കരച്ചിലായിരുന്നു. കുഴിഞ്ഞ് കമന്ന് കിടന്ന് കരയുമായിരുന്നു. സങ്കടപ്പെട്ട് ഏങ്ങളടിച്ച് അമ്മയോട് ചോദിക്കും. അമ്മ വന്നപ്പോ ഏങ്ങളടിച്ച് കരഞ്ഞോണ്ടിരിക്കൂ. മോന്റെ അച്ഛയുടെ പേരെന്നാ? ആണോ മോനെ? മോൻ പറയട്ടെ മോന്റെ അച്ഛയുടെ പേരെന്നാ? മോന്റെ അച്ഛയുടെ പേരെന്നാ? ആ പറ ആരാ മോന്റെ അച്ഛയുടെ പേര്? ചൂണ്ടിക്കാണിച്ചാ മതി. എവിടാ കാണിക്കേ? അവള് പോകുന്നില്ലെന്ന് അപ്പൂസെന്ന് വിളിച്ചേ ചെറിയെന്ന്. വിളിച്ചു വെച്ചോണ്ടിരിക്കുക. രണ്ട് വലിച്ചെറിയുണ്ട്. അപ്പൂസ് ഡ്രസ് ഇട്ട് മനസ്സിലായി. അയ്യോ ചോടി. അയ്യോ കരിയാൻ പോന്നു. കരയുന്നു. കൊണ്ട് കൊടുത്തിട്ടോ പോയി അച്ഛ. അയ്യോ ഓക്കെ. ടാറ്റയാണ് കൈ വെക്കുന്നത്. അയ്യോ അപ്പൂച്ച എത്തില്ല. ചാടുവോ 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 അപ്പൂച്ച കൈ നേടുന്നതിന് ചാടുവോ. 2-3 കൊറിയർ അയക്കാനുണ്ട്. അത് അയക്കാനാണ് അപ്പൂച്ചിനെ പെട്ടെന്ന് പറഞ്ഞു. ഇത് തേങ്ങ ഒട്ടനടി തേങ്ങ ആയതല്ല, ഒന്ന് വെച്ച് തേങ്ങ ആയതല്ല. നേരത്തെ തേങ്ങ ചിരണ്ടി വെക്കും കേട്ടോ. ഒത്തിരി ദിവസം മുന്നേ അല്ല. തേങ്ങ ചിരണ്ടെന്ന് കൂടത്തിൽ അങ്ങ് ഒരുമിച്ച് അങ്ങ് ഫുള്ളും അങ്ങ് ചിരണ്ടി വെക്കും. എന്നിട്ട് ഇതുപോലെ അടച്ച് പാത്രത്തിൽ ഫ്രീസറിൽ വെച്ചേക്കും. എന്നിട്ട് ആവശ്യമുള്ളത്ര ആവശ്യം തോരനും ഇതില്ല. കാരണം എപ്പോഴും എല്ലാവരും ഇവിടെ കാണത്തില്ലല്ലോ. അപ്പം തോരനും ഇതിലൊക്കെ വെക്കണമെങ്കിൽ പെട്ടെന്ന് ഈറ്റാമിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ പെട്ടെന്ന് മീൻ പറ്റിക്കാനും ഒക്കെ വേണ്ടി അങ്ങനെ ചിരണ്ടി വെക്കുന്ന കേട്ടോ. അപ്പോൾ തേങ്ങയും പഞ്ചസാരയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശർക്കര വേണം, ശർക്കര ഇടാം. പഞ്ചസാരയാണെന്ന് കൂടുതൽ ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നല്ലേ. മേടിച്ചോണ്ട് ഇപ്പം ശർക്കര ഇല്ല. അപ്പോൾ അതേണ്ട മാവ് കുഴച്ചമ്മ വെച്ചിട്ടുണ്ട്. ഇനി ഇല ഞാൻ പോയി ഷവാമ എടുത്തുനിന്ന് ഷവാമ എനിക്ക് വെട്ടി തന്നില്ല. 2 കുഞ്ഞിക്ക ഇലയൊക്കെ വെട്ടിക്കൊണ്ട് ഞാൻ കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തുന്ന കാണിച്ചു തരാം. 4 ഇല ഉണ്ടാക്കുന്നുണ്ട്. 4 ഇല എടുത്തിട്ടുണ്ട്. 1 2 3 4. അത് പൂരി ആമിക്ക് ഉണ്ടാക്കിയത്. തിന്നും. അതിനടിയിൽ പൂരിയുണ്ട്, ദോശയുണ്ട്, നോക്കുന്നുണ്ട്, കാപ്പിയുണ്ട്, നോക്കി കോരി മിരിങ്ങുന്നുണ്ട്. വേണ്ട മോട്ട അത് പൂരിയാ. പൂരി കൊടുക്കണ്ട, മൈദയല്ലേ. അയ്യോ നീ ഇപ്പൊ പാപ്പം കുടിച്ചേ. പോരി കള്ളി മുതിരുന്നുണ്ട്. അപ്പച്ചമ്പിൽ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അമ്മ ചെറിയ ഉണ്ടയാക്കിയിട്ടുണ്ട്. എന്തോ കപ്പയോ ചിറ്റാമ്മ ചെറിയ തട്ടം കണ്ടായിരുന്നു അപ്പച്ചമ്പിന്റെ. വെളിച്ചെണ്ണ എടുത്തിട്ട് ശകലം തേക്കുന്നുണ്ട് കേട്ടോ ഇലയില്. പറഞ്ഞു പോവാൻ എളുപ്പത്തിനും ടേസ്റ്റും ഉണ്ടാവും കുറച്ചുകൂടെ. ഉണ്ട അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് കൈ കൊണ്ടിട്ട് അങ്ങോട്ട് പരത്തി ചെറിയ കാല് കനം കുറച്ച് വെക്കണം. തീരെ കനം കുറച്ച് വെക്കണം. പിന്നെ ഇനിയും ആമീനെ കൊണ്ട് സ്കൂളിൽ വിടുന്നതല്ല ഇനിയും കാണാം. ഇനി അടുത്ത ചടങ്ങ് പോകുന്നാ പറഞ്ഞേക്കുന്നത്. ബിരിയാണി ഒന്നും വിട്ടാൽ മതി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് ചോറ് ബിരിയാണി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിടുന്നതായിരിക്കും. ഇഡലി ദോശ അത് കഴിഞ്ഞു. 25 വർഷമായ അപ്പച്ചൻ പണി കേട്ടോ ഇത്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഒരു ഭംഗി മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് അമ്മ വാങ്ങിച്ച അപ്പച്ചമ്പ് പോയി. ഈയിടെ അടി പൊട്ടി കയറിപ്പോയി. അത് അത്രയേ ഉള്ളായിരുന്നു. അതിന് പുതിയൊരു കമ്പനി ആയിരുന്നു. അതിന്റെ വലിയ ഒന്നും അതിന് വാങ്ങിച്ച കുറെ സാധനങ്ങളെല്ലാം ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അത് പക്ഷെ ഇത്ര നാൾ ഉപയോഗിച്ചില്ലേ.
ഇൻഡക്ഷനിൽ വെച്ച ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനം പോയത്. ഇൻഡക്ഷനിൽ വെച്ച് ഇങ്ങനെ പാത്രം ഇങ്ങനെ ഇത് പൊന്തിയിട്ട് ഭയങ്കര ഹീറ്റ് ചൂടായിട്ട് പൊന്തി ഒരു സൈഡിലോട്ടൊന്നും ചൂട് പിടിക്കത്തില്ല. പാത്രങ്ങൾ വാങ്ങിക്കണം. ഇനിയിപ്പം നമുക്ക് കയർത്താമസമൊക്കെ വരുമ്പോൾ വാങ്ങിക്കാം അതുപോലത്തെ പാത്രങ്ങളൊക്കെ വെക്കാം. മറക്കണ്ടല്ലോ. അതെ, പഴയ പാത്രങ്ങളെല്ലാം തന്നെ ഞാനും അപ്പൂസും വഴക്ക് പറഞ്ഞാണ് ഇവരെ കൊണ്ട്. എൻ്റെ ഒരു നിർബന്ധമല്ലേ, അപ്പൂസിന് നിർബന്ധം, അപ്പൂസിന് നല്ല വേറെ പാത്രങ്ങൾ വാങ്ങിക്കണം, അങ്ങനെ ഇത് ഇനി ഇത്ര നാളായില്ലേ മാറ്റണം എന്ന് പറഞ്ഞാണ് പുതിയ പാത്രങ്ങളാണെങ്കിലും ഇപ്പോഴും വാങ്ങിക്കുന്നത്. ഇവര് സമ്മതിക്കത്തില്ലേ, എപ്പോഴും വഴക്ക. അമ്മയ്ക്ക് ഇപ്പം ഈ അപ്പച്ചൻ പോലും കളയാതെ ഇതുപോലെ എത്ര പഴയ സാധനങ്ങളുണ്ടെന്ന് അറിയാം, മുഴുവൻ മേളിൽ ഞാൻ കേട്ട് വെച്ചേക്കുക. ഇവിടോട്ട് വന്ന സമയത്ത് ഞാൻ എല്ലാം ഒരു പെട്ടിയിലോട്ട് മാറ്റി. കാരണം പഴയ സാധനം നമ്മൾ വീഡിയോയും കൂടെ ചെയ്യുന്ന കാണുമ്പം ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും കാണുമ്പം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിലും അങ്ങനെ തന്നെ അവസ്ഥയായിരിക്കാം. പക്ഷെ ചിലർ അപ്പം ഇങ്ങനെ ഇതേ ഉള്ളൂ ഇങ്ങനെയെന്ന് ചോദിക്കും. മറ്റുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർ പറയുന്ന പോലെയല്ല, അല്ലാതെ നമ്മളെ കുത്തി എപ്പോഴും നോക്കുന്നവരുടെ കാര്യമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ നമ്മൾ മാറ്റി. പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിക്കിരിക്കാൻ വേണ്ടി നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിച്ച് പ്രസൻറ്റ് ചെയ്യാറാണ് പതിവ്. പക്ഷെ എപ്പോഴും നമുക്ക് അതേപോലെ ഒരു സാമ്പത്തികം എപ്പോഴും വന്നൊന്നും വരത്തില്ല. ഇനിയും പുതിയ വീടൊക്കെ വെച്ച് പതിയെ പതിയെ ചെറിയ സാധനങ്ങളൊക്കെ മാറ്റി അതെ എല്ലാം സൂക്ഷിച്ച് വെപ്പും മറ്റേ അലമാരി കയറ്റി ചുമ്മാ വെപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 2 പേരുമല്ല നമ്മുടെ വീട്ടിലുള്ളത്. നമ്മുടെ വീട്ടിൽ ഇത്ര അംഗങ്ങളുണ്ട്, പിള്ളേരുണ്ട്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം വരും. അത് അങ്ങനെയുള്ള എല്ലാവരും വരുന്ന വീടാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇത് വരും. അങ്ങനെ ഇല്ലാത്തടത്ത് എപ്പോഴും പുത്തനോടെ എപ്പോഴും വൃത്തിയോടുകൂടി തന്നെ എപ്പോഴും കിടക്കും. അല്ലാത്ത സമയം നിങ്ങൾ കാണാറുണ്ട്, വീടില്ലാത്ത പാചകം ചെയ്യാത്ത സമയത്ത് അല്ലെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അടുക്കള കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ക്ലീൻ ചെയ്തിട്ടേ കിടക്കത്തുള്ളൂ. ചിലവരിപ്പം ഫുഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി അതെല്ലാം ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകുന്നവരുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. അത് കഴുകി തീർത്തും കുറച്ച് കയറി അങ്ങനെ ഒരു കിടന്നു പിന്നെ അവിടുത്തെ ഇല്ല. എന്നെ മോക്കോട്ട് ചെയ്യുന്നേ അടഞ്ഞേ ആട കണ്ട് ഇപ്പൊ തുടങ്ങിയ പരിപാടി. ഇത് മറിച്ചില്ലാണോ? ഞാൻ എടുക്കത്തില്ല, എനിക്ക് വേണ്ട. പൊക്കോ 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 പൊക്കോ, എനിക്ക് വേണ്ട. ചാടുവോ ചാടുവോ? ആ വെക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ അടയൊന്നും ഇഷ്ടമില്ല കേട്ടോ. അല്ല ഞാൻ അടയൊന്നും തിന്നത്തില്ല നേരത്തെ തൊട്ടെ. എനിക്ക് അതിന് പരി ഇവരുണ്ടാക്കുന്നത് മറ്റേ ചെറിയ ഇതിന്റെ ചെറിയ ഉണ്ട, കുഞ്ഞുണ്ട, അതായത് നമ്മുടെ പിടിക്കെടുക്കുന്ന ചെറിയ ഉണ്ട ഉണ്ടാക്കാം. ഉണ്ട മാത്രം തിന്നു. തേങ്ങ ശർക്കര ഇങ്ങനെ പഞ്ചസാര വെക്കുന്നെങ്കിൽ ഇപ്പഴാ തേങ്ങയൊക്കെ കൂട്ടാൻ തുടങ്ങിയത്. പുട്ടിനോട് തേങ്ങയില്ലാത്ത പുട്ട്. എനിക്ക് ഇവർക്കെല്ലാം തേങ്ങ, മാവയ്ക്കും തേങ്ങ ഇഷ്ടമില്ലായിരുന്നു. കുറച്ച് വെച്ചാൽ മതി, കുറച്ച് വെച്ചാൽ മതി. ഒരെണ്ണം സെറ്റായി അടുത്തതിലൂടെ എൻ്റെ നീടലടിക്കുന്നുണ്ടോ വെട്ടത്തിൽ ഒരു വ്യത്യാസം വരും. ഇപ്പം നല്ല കറക്റ്റ് തിളയ്ക്കുന്നുണ്ട്, വെള്ളം തിളച്ചിട്ടുണ്ട്. ഒന്നായി മൂക്കൊക്കെ പോന്നോ? നമ്മുടെ ജസ്റ്റുവിന്റെ പല്ലട ശ്രമണിക്കുള്ള അട ഉണ്ടാക്കുന്നത് ഷെഫ് ശശികുമാരി. അല്ല, ഷെഫ് അമലാലിന്റെ അമ്മ ശശികുമാരി. ഇപ്പൊ ഷെഫ് കടയിൽ വന്നല്ലേ അപ്പൂസ് മോമോസ് ഒക്കെ തിരിക്കുന്നത്. അപ്പൂസിനെ ഇപ്പൊ മോമോസ് പേരാക്കി തോന്നുന്നു. മോമോസ് എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞൂസെ? മോമോസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നത്. ഷെഫായി അറിയപ്പെടുന്നത് ഷെഫായിട്ടുണ്ട് ഇപ്പൊ. ആദ്യത്തെ പരീക്ഷണം തന്നെ മോമോസിലല്ലായിരുന്നു. മോമോസ് നല്ല ടേസ്റ്റ് അല്ലായിരുന്നു. ഇനി ബാക്കി 2 എണ്ണം കൂടെ മമ്മി ആക്കട്ടെ. ഞാൻ ആ കൊച്ചു മറിയാമ്മയ്ക്ക് ഇച്ചിരി പാപ്പം പോയി കൊടുക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദർ എന്നെ അതിനൊന്നും അനുവദിക്കത്തില്ല. ഓക്കെ ശരി മദർ, ടാറ്റ. നമ്മൾ വെച്ചേക്കുന്ന ഇത്ര ഐറ്റംസ് ആണ്. ഓടക്കോട് ഫസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് അവൾ വലിയ പാട്ടുകാരിയാണെന്ന് വലിയ ആഗ്രഹമാണ്. പുസ്തകം, സ്റ്റെസ്കോപ്പ്, അതുപോലെ തന്നെ പൂവ്, മച്ചിങ്ങ, അപ്പം, കൺമഷി, പൈസ, സ്വർണം, ടോയ്, ഡ്രസ്സ്.
എച്ചുട്ടി ഭഗവതി ഇറങ്ങി വരുന്നുണ്ട്. എച്ചുട്ടിയേ എച്ചുവേ പാത്തിക്കുവാണോ? ആരോടെ പാത്തിക്കുന്നേ? ചേച്ചിയുടെ വേണം ഈ കൂട്ടത്തിൽ കേട്ടോ, എന്നാലും കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ അവിടെ റെഡിയാക്കി നിർത്തിയേക്കുവാണ് കേട്ടോ. ആമിച്ചേച്ചിയും കാണാൻ വേണ്ടി എണീറ്റ് വന്നിട്ടുണ്ട്. ആമിച്ചേച്ചിക്ക് ഒട്ടും വയ്യ, എങ്കിലും അനിയത്തി എന്തെടുക്കും എന്നുള്ള ആകാംക്ഷയിൽ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. മുയ്യോ എന്റെ ദേവ, എന്റെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ വിഷമമാണ്. കുച്ചുശ്രീ കസാര ഇരുത്തേക്കുന്ന നിലത്തിരുത്താൻ പറ്റുമല്ലാത്തോണ്ടാണ് കേട്ടോ ഇരുത്തേക്കുന്നത്. കുനിയുണ്ടല്ലോ, കുനിയാനും പറ്റിയല്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ചടങ്ങിലോട്ട് പോവാം കേട്ടോ. ആമിച്ച, ലച്ചൂട്ടി ഏതായിരിക്കും എടുക്കുന്നേ? ഉടുപ്പോ? കുഞ്ഞു ഉടുപ്പാണ് പറഞ്ഞ. അമ്മ കുമാരിയമ്മയോ? അപ്പം കുരാരി ഉണ്ടാക്കിയോണ്ടായിരിക്കും കേട്ടോ. അച്ഛയോ? ആ സ്റ്റെസ്കോപ്പ്. ചിറ്റാമ്മയോ? മുല്ലപ്പൂവ്. ആ കുഞ്ഞു ദിവസോ? മച്ചിങ്ങയോ? മച്ചിങ്ങ വെള്ളക്കാന്നൊക്കെ പറയും കേട്ടോ. ഇടുക്കിയിലൊക്കെ കൊണ്ട് മച്ചിങ്ങന്നാ പറയാ. ഞാന് ആ ഓടക്കുഴൽ എടുക്കുമെന്നാ കേട്ടോ പറയുന്നേ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വിട്ടേക്കാം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പൊ കാണുമ്പോൾ ഏത് എടുക്കുമെന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. നിങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെ, വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ കമന്റ് ചെയ്യണം ഫസ്റ്റ് കേട്ടോ. എന്നിട്ടായിരിക്കണം നിങ്ങൾ എടുക്കുന്നത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ നമുക്ക് വിട്ടാലോ? ആ യെസ്, അപ്പൊ വിട്ടോ കുഞ്ഞിപ്പെണ്ണിനെ, വിട്ടോ കുഞ്ഞിപ്പെണ്ണെ. ഇവിടെ 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 മൂന്ന് ചാൻസ് ആണ്. എച്ചുട്ടി വരുന്നുണ്ട്. എടുത്ത് കേട്ടോ. അപ്പൊ എടുത്ത് കയ്യിൽ പിടിച്ചത് സ്റ്റെതസ്കോപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇനി എടുത്തോ എല്ലാം എടുക്കും അല്ലേ? അതെ. അപ്പൊ ആദ്യത്തെ നമ്മുടെ അച്ഛ പറയുന്ന പോലെ അല്ല, അച്ഛ പറഞ്ഞത് ശരിയായി കേട്ടോ. നിങ്ങൾ ആരൊക്കെ മനസ്സിൽ വിചാരിച്ചു അത് ആവശ്യനും ആദ്യം എടുത്തത് സ്റ്റെതസ്കോപ്പ്. പിന്നെ അങ്ങനെ നമുക്ക് ഒരു സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് മനസ്സിൽ ആഗ്രഹം ഉള്ളതുകൊണ്ട് പുറത്ത് ടെലസ്കോപ്പ് വെച്ച് നമ്മൾ ആമിച്ചനും വെച്ചിട്ടുണ്ടായിരുന്നു. ആമിച്ചനും എടുത്താണ് തന്നെ. അപ്പൊ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഒരു പേരൻസ് എന്നതിലേക്ക് നമ്മൾ വെച്ചു. അച്ഛൻ്റെ അടുത്ത് ഫസ്റ്റ് ആദ്യം ഇതെല്ലാം വെക്കുന്ന ടെലസ്കോപ്പ് എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് വെച്ചു. ഭയങ്കര സന്തോഷമായി. അപ്പൊ നമുക്ക് അടുത്ത ചാൻസ് കൊടുക്കാതെ, അടുത്ത ചാൻസ് കൊടുക്കാൻ ഇപ്പൊ ഒന്നുകൂടെ റെഡി ആക്കട്ടെ. അടുത്ത കേസ്, അടുത്ത ഏതായിരിക്കും എടുക്കുന്നത്? ആമി പറ, ഏതായിരിക്കും എടുക്കുന്നത്? തൊട്ട് കാണിക്കും. മച്ചിങ്ങയോ? പേരറിയാത്ത എന്തോ സാധനമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഇതിലോട്ട് വിടാം കേട്ടോ. നമുക്ക് അതിനുള്ള ധൃതിയിലാണ് കേട്ടോ.
വലിയ മേക്കപ്പ് കാര്യമാവോ വിചാരം. അതെല്ലാം വേണം, എല്ലാം വേണം. കൺമശി കൺമശി അല്ല, കണ്ണൊക്കെ എഴുതി ഒരുങ്ങി നല്ല മിടിക്കായിട്ട് നടക്കുന്നു. ഇവളുടെ കശില് കാരണം ആർക്കും ഗസ് ചെയ്യാനായിട്ടുള്ള സമയം ഇവള് തരുന്നില്ല കേട്ടോ. നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമന്റ് ചെയ്യണേ. ഞാൻ പറയുന്ന ഓടക്കുവല്ല എടുക്കുന്നതാണേ. ഉമാരിയമ്മയോ പറഞ്ഞ പൈസ, അച്ഛയോ കുഞ്ചുവോ അങ്ങനെ ഏറ്റവും പോയി എന്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ആ അടുത്ത ഭക്ഷണമാ. എടി എന്നെ കൊലിച്ചെടുക്കല്ലെന്ന് പറയാ. അയ്യോ ഒന്ന് ചിരിച്ചു വേണ്ടല്ലോ എന്റെ മോനെ. അയ്യോ ആവും ചേച്ചിയുടെ കൊലിച്ചൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. സ്വർണത്തിനോട് കമ്പം ഇല്ലെന്ന് അതിലുള്ള മനസ്സിലാക്കും. ആ വായിച്ച എല്ലാം വേണം കേട്ടോ. അപ്പൊ നമ്മുടെ 3 ഓപ്ഷൻ കഴിഞ്ഞു കേട്ടോ. 3 പ്രാവശ്യമാണ് വിടുന്നത്. അത് 3 പ്രാവശ്യങ്ങളിൽ ഭംഗിയായിട്ട് വിട്ടു. എല്ലാവരുടെ ആഗ്രഹങ്ങളെല്ലാം നല്ല ഇതായിട്ട് നടന്നു അല്ലേ? അതെ അതെ. എന്നാ വാദ്യോപകരണം ഏതെങ്കിലും ഒരെണ്ണം വെച്ചത് മ്യൂസിക്കിലോ ഡാൻസിലോ അങ്ങനെ ഇതിനകത്ത് കമ്പം കാണും. അപ്പൊ കാണും നമ്മള് ഇത് ചെയ്യുവല്ലേ. അപ്പൊ അവർക്ക് അതിനകത്ത് ഒരു അഭിരുചി ഉള്ളതുകൊണ്ട് അത് എടുക്കുന്നുള്ളതാണ് നമ്മൾ ഇതിലേക്ക് ചടങ്ങായിട്ട് കൂട്ടുന്നത്. അപ്പം അവിടെ കൂടെ എടുത്തോണ്ട് അത് പിന്നെ എടുത്തത് എന്തായിരുന്നു ഇത് ടെലിസ്കോപ്പ് എടുത്ത് അവര് ഡോക്ടറായിട്ട് വരട്ടെ. അവര് എന്റെ നടുവ് ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ അപ്പം കൊടുക്കിച്ചിരി ഇനി അപ്പം പൊടിച്ചു കൊടുക്കണം. ഇനി എല്ലാരും കൊടുക്കണം. ചേച്ചി വെച്ചിട്ട് നുള്ളു വെച്ചിട്ടേ വേണം. ചുട്ടിക്ക് അപ്പം കൊടുക്കും. ചേച്ചിയാണ് ആദ്യം കൊടുക്കണ്ടേ എപ്പോഴും. ചേച്ചിപ്പന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി തിറ്റാൻ കൊടുത്ത് തുള്ളി വെക്കണം. ഇത്ര നേരം കുഴപ്പമില്ല. മച്ചിങ്ങ മോനെ ചുറ്റിയുടെ മുടക്കോട്ടിലെ മച്ചിങ്ങ എന്തേലും കൊടുത്തിരുത്താൻ വേണ്ടിട്ട് കൈ കിടക്കുവാ കഴുകാത്ത. ചേച്ചിയുടെ മട്ടത്തല അടിച്ചു പൊട്ടിക്കല്ലേ. പെട്ടെന്ന് ഇതാകത്തില്ലല്ലോ. വായി കിടന്ന് ചവച്ചോണ്ടിരിക്കുക. മോനെ മോനെ പേടിപ്പിച്ചേ, ഒന്ന് പേടിപ്പിച്ചേ. അയ്യോ ഒന്ന് പേടിപ്പിച്ചേ. ലച്ചു ഒരു പാട്ട് പാടിക്കൊടുത്ത്. ഒരു പാട്ട് പാടിക്കും. ലച്ചു അങ്ങനെ പാട്ട് പാടും. ഒരു പാട്ട് പാടിക്ക്. ലക്ഷ്മി ഒരു പാട്ട് പാടിക്കേ. വേഗം പറഞ്ഞാൽ മതി. അപ്പോഴേ പാടും. രേഖ അവന്മാരും പറയുമ്പോ ലച്ചു പാട്ട് പാടാൻ പറഞ്ഞു. അന്നേരം പാട്ട് പാടും. അപ്പൊ ഇനി നമ്മളെ പനി പിടിച്ച് കിടക്കുന്ന കുഞ്ഞാണ് കേട്ടോ. നമ്മുടെ വലിഞ്ഞു പോയി എടുക്കാൻ പോകുന്ന സാധനങ്ങള് അവിടുന്ന് വലിഞ്ഞു വന്ന് എടുക്കണേ. വെള്ളം കൊടുക്കില്ല. ആരാ എടുക്കുന്നത്, എന്തോ എടുക്കുന്നതെന്ന് നോക്കട്ടെ. ഇതിനകത്ത് പൈസ എടുത്താൽ ഇഷ്ടംപോലെ സാധനം മേടിക്കാം. സ്വർണം, ഡോക്ടർ ആകാനുള്ള സാധനമുണ്ട്.
ഇതിനകത്ത് എന്തെടുക്കുന്നത് ആമിക്കാണേ. എന്റെ കോഴിച്ച് ഞാൻ ആദ്യം ഇത് അടുത്തത് ഇനി അടുത്തത് ഇനിയുണ്ട്. ഒരെണ്ണോടെ അത് ഏത് പെൺപിള്ളേർ ഏത് പ്രായത്തിൽ വിട്ടാലും ഇതേ എടുക്കത്തുള്ളൂ. ഇവർ രണ്ട് സെയിം ആണോ എടുത്തേ? അല്ല അല്ലേ, സ്വർണം മാത്രം വ്യത്യാസം അല്ലേ? ഒരു ഡോക്ടർ വന്നെല്ലാരും പരീക്ഷ പരിശോധിച്ച ഡോക്ടറെ ചൂട് കാരണം ഇതൊന്ന് വേറെ കോടി അസുഖം. ഒന്നുമില്ല മാറൂന്ന് പറയാം. തോടല്ലേ ചേച്ചി. ചേച്ചിമ്മ നോക്കട്ടെ. അപ്പൊ നമ്മുടെ ആ ഒരു പരിപാടി മനോഹരമായിട്ട് നടന്നു കേട്ടോ. അതായത് കുഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ടായിരുന്നു പ്രതീക്ഷിച്ചത്. കാരണം അല്ല ആഗ്രഹിച്ചിരുന്നേ ഇവിടെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് കുറച്ച് വെറൈറ്റി പരിപാടീസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ആ ഒരു നടത്താൻ പറ്റില്ല. കാരണം നമുക്ക് നാളെ ഇനി ഇടുക്കി പോകണം, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഉടനെ അതെ അതെ ഉണ്ടോ? അപ്പം നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് നമ്മുടെ ലച്ചൂട്ടൻ അവളുടെ അഭിരുചികളൊക്കെ നമ്മുടെ ഒരു ഇതാണ്, ഒരു വിശ്വാസമാണ്. അപ്പം എന്തായാലും അവരെ അതെ 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 നമ്മുടെ ഒരു ചാനലിൽ ഇങ്ങനെ കിടക്കും. അവര് വലുതാവും തോറും ഇങ്ങനെ കാണുകയും ചെയ്യും. ഒരു ഭാവി ഇതാവുമ്പോ ഒന്ന് പറയാം എല്ലാവരും കുഞ്ഞില് ഞാൻ കുഞ്ഞിലേ എടുത്താന്ന് പറയാം. അതെ അതെ തള്ളാണെന്ന് പറഞ്ഞിട്ടില്ല. അതെ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്ക് ബർത്ത്ഡേ നമുക്ക് ഉടനെ വരുന്നുണ്ട്. ലച്ചൂട്ടിയുടെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും കുരാരിയുടെ ആണെങ്കിലും എല്ലാം ബർത്ത്ഡേ അടുത്തടുത്താണ് ഈ വരുന്നത്. ഈ മാസമാണ് കുരാരിയുടെ. അപ്പൊ ജനുവരി 10 അമ്മയുടെ ബർത്ത്ഡേ. ഫെബ്രുവരി 10 രണ്ടും അങ്ങോട്ട് മാറി. അതെ അതെ ഇവിടെ പറഞ്ഞു അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. കുഞ്ഞിന് നല്ല പനിയാണ്, ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അപ്പം ഇങ്ങനെ തുടച്ചിരിക്കണം. അതുകൊണ്ട് കുരാരി ഇപ്പം 2 ദിവസമായിട്ട് കുരാരിക്ക് ഉറക്കമില്ല കേട്ടോ. ഇപ്പൊ ചൂട് പറഞ്ഞില്ലേ, ഇപ്പൊ മരുന്ന് കൊടുത്തോളൂ കേട്ടോ. നല്ല സപ്പോസിറ്റ് ഒക്കെ കൊണ്ട് വെച്ചു.
ആമി അപ്പം കൊടുക്കുവാണോ? ആണോ? അപ്പൊ എല്ലാവർക്കും ടാറ്റ കേട്ടോ. കാരണം ഒരാഴ്ച 2 ദിവസമായി ഉറങ്ങിയിട്ട്, അവൾക്ക് പനിയായോണ്ട് രാത്രി ഒന്നും ഉറക്കത്തില്ല. അപ്പം ഇന്നലെയാണ് നമ്മള് വൈകിട്ട് ലച്ചുട്ടി അങ്ങോട്ട് കൊണ്ടുപോയത് കേട്ടോ. കാരണം ഈ 6 ദിവസമായി ഇപ്പൊ, അതായത് കുഞ്ഞ് താഴെയായിട്ട് 7 ദിവസമായി നമ്മുടെ റെസ്റ്റ് തുടങ്ങിയിട്ട്. ഇന്നലെ 6ാമത്തെ ദിവസമാണ് നമ്മൾ കുഞ്ഞിനെ എടുത്തോണ്ട് മേലോട്ട് പോയത് കേട്ടോ. അവളുടെ ഭയങ്കര കാണാനായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അതൊന്നും എടുത്തില്ലായിരുന്നു. അവളുടെ ബെഡിലോട്ട് വന്നപ്പോഴും റൂമിലോട്ട് വന്നപ്പോഴും ഇവിടെ താഴെ കരച്ചിൽ, മേളിൽ ചെന്നിട്ട് അവിടെ എങ്ങനെ അടിച്ച് കാര്യമില്ല. താഴെ മേളിൽ ചെന്ന് എങ്ങനെ ഒന്നും ഇല്ല, സഡനായി റെസ്റ്റ് റൂമായിരുന്നു. ഇല്ല പിന്നെ കരച്ചിൽ തുടങ്ങും വീട്ടുപേര് എല്ലാവർക്കും ടാറ്റ കേട്ടോ. ലവ് യു.